അപ്പോൾ സ്ഥാനാർത്ഥിയുടെ നിലയും നിലപാടും പൊതുജനങ്ങളെ അറിയിച്ചിരുന്നയാൾ ആ ആൾ പ്രചാരണം മൂത്തുവരുമ്പോൾ മറുകണ്ഠം ചാടിയാൽ എന്ത് സംഭവിക്കും? പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന മുൻ MSF നേതാവാണ് മാതൃപാർട്ടിയിലേക്ക് മടങ്ങിപ്പോയത്. KS ഹംസയുടെ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനായിരുന്ന KM ഫവാസ് ഉൾപ്പെടെയുള്ളവരെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൽ തിരിച്ചെടുത്തത്. വലിയ അന്ധകരണമായി പോയി, അടുത്ത ചെയ്തായിപ്പോയി. KM ഫവാസ് അടക്കമുള്ള MSF നേതാക്കളെ 2021 ലീഗ് പുറത്താക്കിയത്. 2023 KS ഹംസയെയും പുറത്താക്കി. പുറത്താക്കപ്പെട്ട MSF നേതാക്കളും KS ഹംസയും കോഴിക്കോട് കേന്ദ്രീകരിച്ച് കൂട്ടായ്മ രൂപീകരിച്ചു പ്രവർത്തിച്ചിരുന്നു. പാണക്കാട് മുനവറലി തങ്ങളടക്കമുള്ളവർ ഇവരുടെ പരിപാടിയിലും പങ്കെടുത്തു. എന്നാൽ അപ്രതീക്ഷിതമായാണ് KS ഹംസ പൊന്നാനിയിൽ ഇടതു സ്ഥാനാർത്ഥിയായത്. ഇതോടെ KS ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് KM ഫവാസ് ആണ്. സ്ഥാനാർത്ഥിയുടെ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ KM ഫവാസ് ആയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുൻ MSF നേതാക്കളെ ലീഗിൽ തിരിച്ചെടുത്തത്. ഇതോടെ KS ഹംസയെ വിട്ട് KM ഫവാസ് ലീഗിലെത്തി. AR നഗർ ബാങ്ക് ക്രമക്കേടിലെ തുടർ നീക്കങ്ങൾ ഭയന്നാണ് MSF നേതാക്കളെ തിരിച്ചെടുത്തതെന്നാണ് LDF പറയുന്നത്. അത് ചെറിയ വിഷയമല്ല, അതീവ ഗുരുതരമായ സംഭവങ്ങളായതുകൊണ്ട് അറിയപ്പെടുന്നത് 1000-ലധികം കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ. ആ പണം എവിടെ നിന്ന് വന്നു, പിന്നെ എവിടേക്ക് പോയി, എന്തായിരുന്നാലും അതുകൂടി ഈ തിരിച്ചെടുക്കുന്നതിന് ചിലപ്പോൾ കാരണമായേക്കാം. AR നഗർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് KM ഫവാസ് വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. ഇത് ഉയർത്തിക്കാണിച്ചാണ് ഇടതു പ്രചാരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുൻ MSFകാരൻ മറുകണ്ഠം ചാടിയത് തിരിച്ചടിയാണെങ്കിലും AR നഗർ ബാങ്ക് ക്രമക്കേട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഇടതുമുന്നണി. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24.